ഈ ബൈബിളിലൊരു പുസ്തകമുണ്ട്, എസ്തേറിന്റെ പുസ്തകം. എസ്തേറിന്റെ പുസ്തകത്തിൽ സകലതും പ്രതികൂലമായി പോകുന്ന യഹൂദനെ കാണുന്നു. ആശ മുഴുവൻ പോയി മരണവിധി ദിവസം കാത്ത് കഴിയുകയാണ്. നിങ്ങൾ എസ്തേറിന്റെ പുസ്തകം വായിച്ചു. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. അതിനകത്ത് 127 സംസ്ഥാനങ്ങളാണ്. 127 സംസ്ഥാനങ്ങളിലേക്കും അഹസ്വരോസ് രാജാവിന്റെ ഒപ്പും മുദ്രയുമുള്ള കൽപ്പന പുറപ്പെട്ടു പോയി. കഴുതകളുടെ പുറത്തുള്ള മെസഞ്ചേഴ്സ് യഹൂദനെ കൊല്ലുവാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഈ തീയതിയിൽ നിങ്ങളുടെ അധികാരപരിധിയിലുള്ള എല്ലാ യഹൂദനെയും കൊന്നുകളയണമെന്നുള്ള ഉത്തരവ് ഹാമാൻ എഴുതിയ ഉത്തരവാണ്. അതിൽ അഹസ്വരോസ് രാജാവിന്റെ ഒപ്പും സീലും വെച്ച് കൊടുത്തു. സകല സ്ഥലങ്ങളിലേക്കും ഈ കഴുതകൾ പോയി. എല്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലേക്കും ഈ കഴുതകൾ ചെന്നു. അതായത് സംസ്ഥാന കേന്ദ്രങ്ങളിൽ നിന്ന് ആ വിധിയുടെ പകർപ്പുകളുമായി കഴുതകൾ വീണ്ടും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും തുടർന്ന് കഴുതകൾ താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും 127 സംസ്ഥാനങ്ങളിലും എവിടെ നോക്കിയാലും യഹൂദനെതിരായിട്ടുള്ള മരണവിധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിളംബരവും ചുവരെഴുത്തും പ്രത്യക്ഷപ്പെട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല. നീ തീർന്നടാ, നീ തീർന്നു എന്ന് പറയുന്നത് പോലെ ഏറ്റവും ഒടുവിലാണ് യഹൂദന് വേണ്ടി എസ്തേർ രാജ്ഞി എഴുന്നേൽക്കുന്നത്. എസ്തേർ രാജ്ഞി രാജാവിന്റെ അന്തഃപുരത്തിലേക്ക് ധൈര്യത്തോടെ പ്രവേശിച്ചു. സ്നേഹ അതിരേകത്തോടെ അഹസ്വരോസ് രാജാവ് തന്റെ പൊൻ ചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടി, എസ്തേർ രാജ്ഞി നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കൂ. എസ്തേർ രാജ്ഞി പറഞ്ഞു, എന്റെ ജനം കൊല്ലപ്പെടാൻ പോകുന്നു. അഹസ്വരോസ് രാജാവ് പറഞ്ഞു, ഇതാ എന്റെ മുദ്രമോതിരം, നീ ഇഷ്ടമുള്ളതുപോലെ കൽപ്പന എഴുതൂ, നീ അയക്കൂ. അപ്പോഴാണ് സമയം അവശേഷിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം. ഇതിനോടകം ഹാമാന്റെ കഴുതകൾ സാമ്രാജ്യത്തിന്റെ വിദൂര കോണുകളിൽ പോലും ചെന്നെത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനെ എങ്ങനെ മറികടക്കും? എസ്തേറിന്റെ വാടിയ മുഖം കണ്ടപ്പോൾ അഹസ്വരോസ് രാജാവ് എസ്തേറിനെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഹാമാന്റെ കൽപ്പനകളുമായി കഴുതപ്പുറത്താണ് മെസ്സഞ്ചേഴ്സ് പോയിട്ടുള്ളത്. എന്നാൽ രാജകീയ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ അതിവേഗതയുള്ള അറബി കുതിരകൾ 1000 എണ്ണം ഞാനിവിടെ ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ കുതിരകളെ നിനക്ക് ഉപയോഗിക്കാം. എസ്തേറിന്റെ മെസ്സഞ്ചേഴ്സ് ഈ വിധി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിധിയുമായി ആ മെസ്സഞ്ചേഴ്സ് അതിവേഗതയുള്ള അറബി കുതിരകളുടെ പുറത്ത് സാമ്രാജ്യത്ത് തലങ്ങും വിലങ്ങും ഓടിച്ചെല്ലുകയാണ്. ഹാമാന്റെ കഴുതകളുടെ മുമ്പിൽ എസ്തേറിന്റെ കുതിരകൾ ഓടിയെത്തി സകല സ്ഥലത്തും വിധി റദ്ദാക്കിയെന്ന് നോട്ടീസ് പതിപ്പിച്ചു. യഹൂദനെ കൊല്ലും എന്ന് ആദ്യം ഹാമാൻ എഴുതിയ അതേ ദിവസം മൊർദെഖായിയെ തൂക്കുവാൻ ഹാമാൻ ഉയർത്തി 50 മുഴം കഴുമരത്തിൽ, 50 മുഴം ഉയരമുള്ള കഴുമരത്തിൽ മൊർദെഖായിക്ക് പകരം ഹാമാൻ തൂക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത്, യാക്കോബായ സഭ എന്നൊരു സഭ ഇനി ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് അഹസ്വരോസ് രാജാവിന്റെ അന്തഃപുരത്തിലേക്ക് എസ്തേർ രാജ്ഞി പ്രവേശിച്ചതുപോലെ സ്വർഗീയ രാജാവിന്റെ അങ്കണത്തിലേക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബാവ പ്രവേശിച്ചു. അദ്ദേഹം അവിടെ ഭയഭക്തിയോടെ നിന്നു. ദൈവം തമ്പുരാന്റെ പൊൻചെങ്കോൽ അദ്ദേഹത്തിന് അനുകൂലമായി നീട്ടപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്.